ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യില്ല. ഞാൻ കണ്ടതാ, നീയാണ് സത്യം. ഒന്നും മിണ്ടാതെ. നിങ്ങളെയൊക്കെ വിശ്വസിക്കുന്നത് പട്ടിയുടെ വാല് കുഴലിലിടുന്നതിന് തുല്യമാണ് അളിയ. എന്തു പറ്റി? എല്ലാരും ചേർന്ന് അച്ഛന് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. ശ്രീകരനെ ആവണിയെ റൂമിനകത്ത് കണ്ടിട്ട് പുറത്തു നിന്ന് വാതിലടച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി നോക്കുമ്പോ ആരുമില്ല. എല്ലാരും വിഡ്ഢികളായിപ്പോയി. ആണോ? കാവ്യ, നീ എന്തിനാ ഷോക്കാവുന്നേ? ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? ബൈ. ബൈ. എന്തു പറ്റി? ഡോർ ലോക്കായി പോയിരിക്കുക. ആരോ ഇത് മനഃപൂർവ്വം ചെയ്തായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യട്ടാ? നീ നിന്റെ റൂം പുറത്തുനിന്ന് പൂട്ടാത്തതാണല്ലോ. അപ്പൊ അടച്ചത് എന്തിനാണെന്ന് സംശയം തോന്നി ഓപ്പൺ ചെയ്തതാ. ഓ, നീ ഇല്ലെന്ന് കരുതി ആരെങ്കിലും പൂട്ടിയതായിരിക്കും. അകത്തുനിന്ന് പൂട്ടിക്കോ. ശരി. ശ്രീകരേട്ടാ, വേഗം പൊക്കോളൂ. ബൈ. ശരി. അതാ ഉണ്ടായത്. മരമണ്ടത്തി, അതാ ഉണ്ടായത്. നീ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, കള്ളന്റെ കൈ താക്കോല് കൊടുത്ത പോലെയായി. ശ്രീകർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ എന്നെ പൊട്ടനാക്കാൻ വേണ്ടി പുറത്തൊന്ന് കുറ്റിയിട്ട് വെച്ചു. അച്ഛനെ അമ്മയും വിളിച്ചിരുന്നെങ്കിൽ മാനം പോയേനെ. ചെയ്ത സഹായമൊക്കെ മതി. പോയി കിടക്കാൻ നോക്കാം. വാ. അടുത്ത തവണയെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഒരുത്തിനും പിടികൊടുക്കാതെ ശ്രീകരനെ ബുദ്ധി കൊണ്ട് ഞാൻ പൂട്ടിയിരിക്കും. എന്റെ അനിയത്തി ഇപ്പൊ വലിയൊരു വീട്ടിലെ മരുമകളാ. ഏട്ടനെന്തോ ആലോചിക്കാൻ തോന്നുന്നു. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കണമെന്ന് സുജാതയോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. ഇന്ന് അവൾ അമ്പലത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങള് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയെന്ന് മാത്രമല്ല, ജീവിതം എവിടെ നിന്നാണോ തുടങ്ങിയത് എന്നെ അവിടെ തന്നെ എത്തിച്ചിരിക്കുക. ഏട്ടാ, എന്റെ അനിയത്തി സുഭദ്രയ്ക്ക് മകളായി സുജാത മാത്രമേ ഉള്ളൂ എന്ന് കരുതി. മറ്റൊരു മകളും കൂടി ഉണ്ടെന്നുള്ള കാര്യം ഇന്നാണ് ഞാൻ അറിഞ്ഞത്. സുജാത ജനിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം ജാതക പൊരുത്തമില്ലാത്ത കാരണം രാധാകൃഷ്ണനുമായി കല്യാണം നടത്തുന്നതും ഈ വീട്ടിലെ മരുമകളാകുന്നതും ഒരിക്കലും ആശിക്കരുതെന്ന് സുഭദ്രയോടും നിങ്ങളുടെ അളിയനോടും പറഞ്ഞു. തെറ്റിദ്ധരിച്ചുകൊണ്ട് രക്തബന്ധങ്ങളെ ഒരു നൂല് പൊട്ടിക്കുന്ന ലാഘവത്തോടെ കൂടി അവര് പൊട്ടിച്ചുപോയി.
അതിനുശേഷമായിരിക്കും രണ്ടാമത്തെ മകളുണ്ടായത്. നിർഭാഗ്യം പറയട്ടെ, ആ ദൂരം അവരെ നമ്മളിൽ നിന്നും എന്നേക്കുമായിട്ട് അകറ്റി. അവരുടെ മരണം നമുക്കും സുജാതയ്ക്കുമിടയിൽ ഒരു യുദ്ധമായി മാറിത്തീർന്നു. ആ ദേഷ്യം കൊണ്ട് ഇത്രയും കാലം അവൾക്കൊരനീതിയുള്ള കാര്യം അവള് നമ്മളെ അറിയിച്ചതേയില്ല ഏട്ടാ. ജാതകങ്ങളെ മുൻനിർത്തി ബന്ധങ്ങളെ അകറ്റി നിർത്തിയെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടതല്ലാതെ ജാതകം കൊണ്ട് 10 ഗ്രാമങ്ങളുടെ കണ്ണീര് ഞാൻ തുടക്കുകയാണെന്ന് അവര് മനസ്സിലാക്കിയില്ല. ദൂരങ്ങൾ ഇല്ലാതാവണം ഏതോതി. അതില്ലാതാക്കാൻ നമ്മൾ വെട്ടിയ പാതയല്ലല്ലോ അത്. സുജാത എഴുതിയ ഗീതമാണിത്. അനിയത്തി വലിയ വീട്ടിലെ മരുമകളായതിന്റെ ആനന്ദത്തിൽ സത്യനാരായണ വ്രതം നടത്തുന്നുണ്ട്. നാളെ നമുക്ക് അവിടം വരെ പോയി അവളെയും അനിയത്തിയും ഒന്ന് കണ്ട് ആശീർവദിച്ചിട്ട് പോരാം. നമ്മളെ കണ്ടാൽ തന്നെ ശാപവാക്കുകൾ കൊണ്ട് നമ്മളെ മുക്കിക്കളയും. നമ്മൾ ആശീർവദിക്കാൻ വേണ്ടി പോയതാണെങ്കിലും അതിഥികൾക്ക് കിട്ടുന്ന മര്യാദ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ആ ശാപത്തിന്റെ പ്രഭാവം കൊണ്ടായിരിക്കൂ നമ്മൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരാത്തത്. അതുകൊണ്ടായിരിക്കൂ ശ്രീകരന്റെ കല്യാണം നടക്കാനാകാതെ ഗ്രഹണമായിട്ട് നിൽക്കുന്നത്. നമ്മളൊന്ന് പോയി മുഖം കാണിച്ച ചേച്ചിയെ പോലെ എടുത്തിയാടാതെ അനിയത്തി ശാന്തമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുമെന്ന് മനസ്സ് പറയുക. കത്തി നിൽക്കുന്ന അഗ്നിയിൽ എണ്ണയൊഴിച്ചതുപോലെ ഉണ്ടായ മുറിവിന് മുകളിൽ എരിവ് തേക്കും പോലെ ആയി പോവെന്നുള്ളതാ എന്റെ പേടിയേട്ടാ. നമുക്ക് നോക്കാം, എല്ലാം ശരിയായി വന്നാലോ. എല്ലാം നല്ലതുപോലെ നടന്ന സുജാതയെക്കുറിച്ച് നമ്മുടെ വീട്ടുകാരോട് നമുക്ക് പറയാമല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ പോവാം. നമ്മുടെ ചെറിയ മകൾക്ക് നമുക്കൊരു സമ്മാനവും വാങ്ങിയേക്കാം. അവളെങ്കിലും നമ്മളെ ഒന്ന് മനസ്സിലാക്കിയാൽ ഭാഗ്യം. താങ്ക്സ്. അതിന്റെ കടമയല്ലേ ഏട്ടാ. രാത്രി നടന്നതൊക്കെ മറക്കാൻ പറ്റുന്നില്ല. ഇവളാ വാതില് തുറന്നില്ലായിരുന്നെങ്കിൽ ശ്രീകർ അതിനകത്ത് പെട്ടേന്. അപ്പൊ എന്തു മറുപടി പറയുമായിരുന്നെന്ന് കാണായിരുന്നു. ചേച്ചി, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞോണ്ടിരിക്കുന്നവരാ മണ്ടന്മാര്. നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ശ്രീകരനെ ഒന്ന് കണ്ടാ ഒന്ന് ചൊറിഞ്ഞു നോക്കാം. ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതേ വലിയ ടാസ്ക് ആയിരിക്കും കേട്ടോ. അപ്പോ എങ്ങനെയൊന്ന് പുറത്തു പോവാ? ഞാൻ തനിക്കൊരു ഐഡിയ പറഞ്ഞുതരാം. അവനെ ഇങ്ങോട്ട് കയറി വന്നതിന് ശേഷം എല്ലാം ഇത്തിരി ഓവർ ആവുന്നുണ്ട്. നടക്കുന്നതൊക്കെ കാണുമ്പോ ഞങ്ങൾക്കാർക്കും ഉറക്കമില്ല. അപ്പോഴാ കോഫിയും ചായയും. അവരെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന അല്ലാതെ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇപ്പൊ ജാഗരൂകരായി ഇരുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും. അവർക്ക് രണ്ടാൾക്കും ഇടയിലുള്ള റിലേഷൻ എന്താണെന്നറിയാതെ എനിക്ക് തലയ്ക്ക് വട്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എല്ലാരും കൂടി മീറ്റിംഗിലായിരിക്കുമെന്ന്. ആദ്യം ഞാൻ പുറത്തിറങ്ങാം, എന്നിട്ട് താൻ വാ. ശരി. ഹലോ അളിയാ, നിക്ക്.
എന്താ അളിയ? രാത്രി എവിടെയായിരുന്നു? റൂമില്. ആരുടെ റൂമില്? എന്റെ റൂമില്. ഉറപ്പാണോ? എന്താ, എന്തു പറ്റി? എവിടേക്ക് പോവാടാ? വല്ല ഫംഗ്ഷനും ഉണ്ടോ? ഇല്ല ഏട്ടാ, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ബൈ. അധിക സമയം നിന്നാ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കളയൊന്ന് കരുതി രക്ഷപ്പെടുവാ. അവനും അവന്റെ ചേച്ചിയുടെ ബുദ്ധി തന്നെയാ. തമാശ അറിഞ്ഞ തമാശ. അവന് നിക്ക്. എങ്ങോട്ടാ റെഡിയായി പോകുന്നേ? പുറത്തേക്ക്. പുറത്തേക്കെന്ന് വെച്ചാ? കുറച്ച് പേഴ്സണലാ. ഓ, എന്താണാവോ അത്ര പേഴ്സണൽ? എനിക്ക് ടൈം ആവുന്നുണ്ട്, എന്നാ ഞാൻ ചെല്ലട്ടെ. ഇത്രയും സൗന്ദര്യമുള്ള ഒരുത്തി വീട്ടിലുള്ളപ്പോ കേൾക്കാൻ പാടില്ലാത്തയൊക്കെ കേൾക്കുമെന്നൊരു പേടി. കേൾക്കാൻ പറ്റാതെ എന്ന് പറയുമ്പോ കേൾക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞ അളിയാ, ഇവളെ ജീവിക്കാൻ വിടില്ലേ? നിങ്ങൾ തന്നെ ഇവളെ പേടിപ്പിച്ച് കൊല്ലൂ. പോവാം. അമ്മ അമ്മ നിക്ക് നിക്ക് നിക്ക്. നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടേക്കാ? ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോ അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്നറിയില്ലേ? അത്ര ബുദ്ധി ഉണ്ടെങ്കിൽ അളിയൻ നമ്മുടെ വീട്ടിലുണ്ടാകുമായിരുന്നു അമ്മ. തമാശ അളിയ. അമ്മ, അത് ശ്രീകറും ആവണിയും ഒരാൾക്ക് ശേഷം ഒരാള്. ഇപ്പൊ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ? ഞങ്ങൾ അർജന്റായിട്ടൊന്ന് പുറത്തു പോവുക. വേദ വന്നേ. നേരത്തെ ആ ജോഡി, ഇപ്പൊ ഈ ജോഡി. ശരിക്കും ഈ വീട്ടിൽ എന്താ സംഭവിക്കുന്നേ? അളിയ, അധികം ആലോചിക്കില്ലേ, തലച്ചോറിന് കേടാ. ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വണ്ടി വിടും. സുജാതയുടെ അനീതിക്ക് നല്ലൊരു പട്ടുസാരി വാങ്ങിയിട്ട് പോവാം നമുക്ക്. ശരി. ഈ നേരം കൊണ്ട് വ്രതത്തിന്റെ ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതെ സ്വാമി, ഇത് പെണ്ണിനും ചെക്കനും ഇടാനുള്ള വസ്ത്രങ്ങളാ. അവിടെ വെച്ചോളാ. അവര് പുറപ്പെട്ടോ മോളെ? അവരെത്താറായി സ്വാമി. കുറച്ച് സമയത്തിനകം ഇവിടെ എത്തും. വീട്ടിലുള്ളവരുടെ കണ്ണിൽ പെടാതെ നമ്മൾ പുറത്ത് ചാടിയപ്പോ ഒരു വലിയ അഡ്വഞ്ചർ ചെയ്ത പോലെ തോന്നുക. ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാനൊന്നും വേണ്ടെന്ന് പറയാതെ സമ്മതിച്ചൊന്നല്ലാതെ എനിക്കിപ്പോ എന്തോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ അച്ഛനെയും അമ്മേനെയൊക്കെ പറ്റിക്കുന്നത് പോലെയാണെന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരു ദിവസം എല്ലാ സത്യങ്ങളും പുറത്തു പറയുമ്പോൾ അവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല പേടി തോന്നുന്നു. കുട്ടിയെ കാണുന്ന കാര്യം ഓർത്തിട്ട് മനസ്സില് വല്ലാത്തൊരു വിങ്ങല വേദവതി. നമ്മുടെ രക്തബന്ധത്തിൽ ഒരാള് ഇത്രയും നാൾ അജ്ഞാതമായിട്ടിരുന്നെങ്കില് കാണാനുള്ള ആഗ്രഹം എന്തായാലും മനസ്സിലുണ്ടാവുമല്ലോ ചേട്ടാ. അമ്മേ, ചെറിയമ്മയും ചെറിയച്ഛനും വരുന്നുണ്ട്. ആവനി, ഹായ് മോളെ. ഹായ്
ഹായ് ചെറിയച്ച. How are you? ഐ ആം ഫൈൻ. ശിവനും പാർവതിയും പോലെ നിങ്ങൾ നല്ല ചേർച്ചയാ. നിങ്ങളെ ഞാൻ തന്നെ കണ്ണുവെക്കും തോന്നുന്നു. എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഒഫീഷ്യലായി ഇവളെ എൻ്റെ ഭാര്യയായിട്ട് അവർക്ക് പരിചയപ്പെടുത്താൻ പറ്റിയിട്ടേ ഇല്ല. ക്ഷമിക്കുക ചേച്ചി. കുടിലിൽ ജീവിച്ചിരുന്ന എന്റെ അനിയത്തിയെ കൊട്ടാരം പോലുള്ള നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അഭിഷേകം ചെയ്യുന്ന പൂജാരിയാണെങ്കിലും വരം നൽകുന്ന ദൈവമാണെങ്കിലും അതെല്ലാം നീയാണ് മോനെ. നിന്നോടുള്ള കടപ്പാട് എനിക്ക് ഒരിക്കലും തീരില്ല. നീ ഞങ്ങളോട് ക്ഷമിക്കാനൊന്നും പറയരുത്. അതെനിക്ക് സഹിക്കാനാവില്ല. ഇങ്ങനത്തെ വ്രതങ്ങളൊക്കെ നടത്തുമ്പോ ദൈവമായിട്ട് തന്നെ ഒരു വഴി കാണിച്ചു തരും. ഞാൻ എന്തൊരു പൊട്ടിയ വെളിയിൽ നിർത്തി സംസാരിക്കുന്നു. വാ വാ, അകത്തേക്ക് വാ വാ. സുഖാണോ അവനി? സുഖേച്ചി. വാ മോനെ വാ, അകത്തേക്ക് വാ. ചേച്ചി എന്തിനാ ചേച്ചി ഒരുക്കങ്ങളൊക്കെ? അതെ ചേച്ചി, വളരെ നോർമലായിട്ട് നടത്തിയ പോരായിരുന്നോ? ഒരു ജന്മം മുഴുവൻ മകളുടെ കൈപിടിക്കുന്ന മരുമകന് വേണ്ടി ആസ്തിക്കനുസരിച്ച് വസ്ത്രങ്ങളും സ്വർണങ്ങളും അവർക്ക് നൽകണമെന്നാ പറയാറ്. സമ്മാനവും കാണിക്കയും നൽകണം. കല്യാണം നടത്തി അവന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം. അതൊന്നും ചെയ്യാതെ തന്നെ എന്റെ അനിയത്തിക്ക് ദൈവം കൊടുത്തതാ നിന്നെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്റെ തൃപ്തിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളെങ്കിലും ഞാൻ ചെയ്യണ്ടേ മോനെ? ആദ്യം നിങ്ങൾ വന്നേ. വാ നടക്ക. വളരെ നല്ല സാരിയാണല്ലോ വാങ്ങിയത്. നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ എത്രയോ നല്ലത് ചെയ്തു കൊടുത്തു. വിലയുള്ളത് തന്നെ കൊടുത്തു. അപ്പൊ രക്തബന്ധത്തിലുള്ളവർക്ക് ഇതുപോലെ തന്നെ കൊടുക്കണ്ടേ? എല്ലാ വീടുകളിലും മരുമകളുടെ രൂപത്തിൽ നിന്നെ പോലൊരു മകളുണ്ടാകണം. പോയാലോ? വരുമോനെ. നീലിമ, ഗായത്രി, രത്നമ്മ എല്ലാരും ഒന്ന് വന്നേ. സുഖാണോ അവനി? സുഖാണ്. ആവനിയുടെ ഭർത്താവിനെ എപ്പോഴാ കാണിച്ചു തരുന്നേന്ന് ചോദിച്ചില്ലേ എന്നോട്? ഇതാണ് ആള്. ഹായ്, ഹലോ അളിയ. അളിയനോ? ടെൻഷൻ അടിക്കണ്ട, അവന് എന്റെ ചേച്ചിയായിട്ട് വരും. ആവണി, ഒന്നേ പറയാനുള്ളൂ, ഭാഗ്യം ചെയ്തോളാ നീ. എന്റെ ചെറിയമ്മയെ പോലത്തെ ഒരു സുന്ദരിയെ കിട്ടിയത് ചെറിയച്ഛന്റെ ഭാഗ്യം തന്നെയല്ലേ? അയ്യോ, മാമിയെ കൊച്ചാക്കാൻ സമ്മതിക്കില്ല. അവനിയുടെ ഹസ്ബൻഡ് വലിയ പൈസക്കാരനാ. ഞാൻ പോയി പറഞ്ഞതുകൊണ്ട് അവൻ ഈ വീട്ടിലേക്ക് വ്രതം എടുക്കാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. കുറെ പൈസയുള്ള ആൾക്കാരുടെ തല ആകാശം വരെ പൊങ്ങി നിൽക്കുന്നു. അവരുടെ കാല അഹങ്കാരം കൊണ്ട് നിലം തൊടാതെ നിൽക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം കോടീശ്വരനാണെങ്കിലും അഹങ്കാരമില്ലാത്ത സാധാരണക്കാരനാ. ഏത് പാവങ്ങളെ കണ്ടാലും ദയ കാണിക്കുന്ന മനസ്സിന്റെ ഉടമയാ. അതുകൊണ്ടാ ഈ ആവനിയെ ചേർത്ത് പിടിച്ചത്. നിങ്ങൾ പറഞ്ഞതുപോലെ എന്നെ ഭാഗ്യമുള്ളവളാക്കി തീർത്തത്. മോനെ ശ്രീകർ, ഞങ്ങളുടെ ആവണിയെ കുറിച്ചൊരു കാര്യം പറയട്ടെ. നിങ്ങക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ ഇട്ടിട്ടു പോകുന്നവളല്ല. ധനം അവർക്ക് കുറവായിരിക്കും, ഗുണം അവൾക്ക് വളരെ കൂടുതലാ. ദമ്പതികളെല്ലാം ശിവപാർവതിമാരെ പോലെ ഒരാള് മറ്റൊരാളുടെ പാതിയാവണമെന്നാ പറയാറുള്ളത്. ഞാൻ ഈശ്വരതുല്യനൊന്നും അല്ലെങ്കിലും എന്റെ ഭാര്യ എനിക്ക് ദേവിയെ പോലെ, എന്നെ നന്നായി നോക്കുന്ന എന്റെ ദേവി. നന്നായിട്ട് പറഞ്ഞു മോനെ. സത്യനാരായണ സ്വാമി വ്രതത്തിന് നിന്റെ അച്ഛനും അമ്മ എന്താ വരാഞ്ഞേ? ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കൂടെ വരുന്നുണ്ടോ?
നിങ്ങൾ ഇങ്ങനെ പരസ്പരം നോക്കുന്ന എന്താ? വലിയ തെറ്റ് ചെയ്ത പോലെ. എന്താ പോലീസുകാരെ പോലെ ഇങ്ങനെ ചോദിക്കുന്നേ? പിന്നെ എന്തിനാ പറയാൻ ബുദ്ധിമുട്ട്? ശ്രീകറിന്റെ അച്ഛനും അമ്മയും ഒക്കെ വേറെ എന്തോ കാര്യത്തിന് വേണ്ടി എവിടേക്കോ പോയതാ. ഇന്നൊരു നല്ല ദിവസമല്ലേ, ചടങ്ങുകളൊന്നും മുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മരുമകളെ മകനെ ഇങ്ങോട്ടേക്ക് അയച്ചു. ആണോ ശ്രീകരേട്ടാ? അതെല്ലോ. നിങ്ങൾ അവിടെ പോയി ഇരിക്കും. മോളെ അവരോട് വരാൻ പറയാ. ആ, സ്വാമി വിളിക്കുന്നുണ്ട്. വരൂ വരൂ, ഇരുന്നോളൂ. വാ സ്വാമി, എന്റെ അനിയത്തിയും ഭർത്താവോ ഇത്. നമസ്കാരമുണ്ട്. പൂജ ആരംഭിക്കല്ലേ? നിങ്ങൾ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് വന്നോളൂ. മോനെ, നീ ആ മുറിയിലേക്ക് ചെല്ല്. നീയും പോയിട്ട് വേഗം വാ. ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഇത്രയും നേരം നിനക്ക് സന്തോഷമായിരുന്നു, ഇപ്പൊ എന്തിനാ നിനക്ക് ടെൻഷൻ? എന്തു പറ്റി? എനിക്കെന്തു പറ്റാനാ? ഒന്നും പറ്റിയില്ല. സംശയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എന്നെ അടുക്കളയിൽ വന്നൊന്ന് സഹായിക്ക്. ആ പണിക്കൊക്കെ വേറെ ആൾക്കാരെ നോയിക്കോ. സ്വാമി എല്ലാം തയ്യാറായിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം ആയിട്ടുണ്ട് മോളെ. ഇനി വരാനായിട്ട് അതിഥികൾ ആരെങ്കിലും ഉണ്ടോ? ഇനി വരാൻ ആരുമില്ല.